സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ചു നാൾ ഞങ്ങൾ കേരളത്തിന്റെ പലയിടങ്ങളിലായി താമസിച്ചിരിക്ക. ഞങ്ങൾ പാവങ്ങളാ സാറേ. മുരുക, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ വന്നതല്ല. ഞങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. സാർക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾക്ക് അറിയേണ്ടത് ആ കുഞ്ഞിനെ കുറിച്ചാ. വർഷങ്ങൾക്ക് മുൻപൊരു രാത്രി ശ്രീരാമകൃഷ്ണ ഓർഫനേജില് നിങ്ങൾ ഏൽപ്പിച്ച ആ കുഞ്ഞിനെ കുറിച്ച്. അത് ശരിക്കും നിങ്ങളുടെ കുഞ്ഞായിരുന്നോ? പറയാ സാർ. ഞങ്ങൾ ഒരുപാട് നാൾ കേരളത്തില് പല ജോലികളും ചെയ്തിരിക്ക്. ഒരു ദിവസം രാത്രി ഞാൻ ജോലി കഴിച്ച് വീട്ടിലേക്ക് വന്നിട്ടിരിക്കുമ്പോ അന്ന് ആർക്കും അപകടം പറ്റിയെന്നറിയാമോ? ഇല്ല സാർ, അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഓടി കാർ കിടന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും അപകടം പറ്റിയ ആളിനെ കൊണ്ട് കാർ പോയിരിക്കും. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ കാറിന്റെ നമ്പരോ ആരുടെങ്കിലും മുഖമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, അത്ര ക്ലിയറാ പാക്കം മുടിന്റെ അടുത്തല്ലായിരുന്ന. പിന്നെ രാത്രിയല്ലവാ എന്നെ പാക്ക മുടിയും. അപ്പോ ആക്സിഡന്റ് പറ്റിയ ആളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയതായിരിക്കും ഈ കുഞ്ഞ്, അല്ലേ? അണ്ണ, എനിക്കൊരു സംശയം. അണ്ണൻ ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? നീ കവലപ്പെട വേണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോരുന്നത് യാരുമേ കണ്ടതില്ല. ആണോ? അത് സമയത്ത് അവിടെ യാരുമേ ഇല്ലായിരുന്നു. ഇനി ആരെങ്കിലും ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുമോ? കുഞ്ഞിന് എനക്കാണ് കടിച്ചതെന്ന് യാർക്കും തെരിയില്ലല്ലോ. ഇനി യാരെങ്കിലും വന്നാ തന്നെ കരയില്ലേ, ഇത് നമ്മ കുഞ്ഞു തന്നെ, നീ പ്രസവിച്ച നമ്മ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ വിവരം ആളുകൾക്കൊക്കെ അറിയാമല്ലോ. അതൊക്കൊന്നും കവല വേണ്ട. അത് കൊഞ്ചം പേർക്ക് തന്നെ അറിയൂ. തൽക്കാലം കൊഞ്ച നാൾ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോണ്ട. ഇവിടെ പിന്നെ അധികം അയൽക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര പെട്ടെന്ന് യാരും ഇങ്ങ പാക്ക പോകുന്നില്ല. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇവൾ നമ്മുടെ മോള്, നമ്മുടെ മാത്രം മോള്. നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മധുര മീനാക്ഷിയുടെ അനുഗ്രഹമുള്ള കുഞ്ഞിനെ പോലെയാ ആ കുഞ്ഞിനെ കിട്ടിയപ്പോ എനിക്ക് തോന്നിയത്. മറ്റാരുടെയോ മുതല് കൈവശം വയ്ക്കുന്ന പോലെ. പിന്നെ കേസും കൂട്ടും വരുമെന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞങ്ങള് അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കില്ലായിരുന്നു. ശരി മുരുക, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ സാറേ, നിങ്ങളുടെ അന്വേഷണത്തിൽ എപ്പോഴെങ്കിലും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഒന്ന് അറിയിക്കണേ. ദൂരെ നിന്നാണെങ്കിലും അവളെ ഒന്ന് കാണാനാ. തീർച്ചയായും. അപ്പോ ശരി, കാണാം. വരട്ടെ. ശരി. ഹലോ മൂർത്തി, എന്തായി കാര്യങ്ങൾ? മാഡം, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനും അല്ല അവർ വന്നത്. അതെങ്ങനെയാ മൂർത്തിക്ക് മനസ്സിലായത്? ഞാനിപ്പോ നിൽക്കുന്നത് തക്കലയിലാ.
ഇവിടെയുള്ള ഏതോ ഒരു മുരുകനെയും കനിമൊഴിയെയും കാണാൻ അവർ വന്നത്. ആരെ കാണാനാ വന്നേന്ന് പറഞ്ഞേ? ഒരു മുരുകനും കനിമൊഴിയും. അവനിവിടെ ഒരു പച്ചക്കറി കടയിലാ ജോലി. മൂർത്തി ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ അവരുടെ വീടിന് മുന്നിൽ തന്നെ ഉണ്ട്. അല്ല, എന്താ മാഡം? ധനുഷും സ്നേഹയും ഇപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. ഞാൻ അവരെ ഫോളോ ചെയ്ത് ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. വേണ്ട, മൂർത്തി ഇനി അവരുടെ പിന്നാലെ പോരുത്. മൂർത്തിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്.